VPN കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തവ ചിക്കൻ. തവ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് തവ ചിക്കൻ. നമ്മളൊരു വെറൈറ്റി തവ ചിക്കൻ പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട്, പലയിടത്തും അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മളതായിട്ടൊരു വെറൈറ്റി നമ്മൾ ഈ തവമ്മ വെച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അത് പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആ തവ കൊടുക്കുന്നുണ്ട്, അതിനുള്ള ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കാണേ. ഇത് നമ്മളൊരു തവയാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തവ ചിക്കന് ഒരു കഷ്ണം 2 കഷ്ണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഇത് നമുക്ക് വീട്ടിലൊരു തവയിലും വെച്ച് ചെയ്യട്ടോ. അപ്പം അതിനെ കൂട്ട് നിങ്ങൾ ശരിക്കും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം കൂട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. കണ്ടോളി, തവ ചിക്കൻ എന്ന് പറഞ്ഞാൽ തവ ചിക്കൻ 2 ബഡാ കോഴി കേട്ടോ, 2 ബഡാ കോഴി. ഇതായിട്ടാണ് നമ്മൾ തവ ചിക്കൻ ഉണ്ടാക്കാൻ പോണത്. പറയും. അപ്പോൾ നമ്മളെ തവ ചിക്കൻ്റെ റെസിപ്പി, അതിൻ്റെ കൂട്ടുകളും മസാലകളൊക്കെ യൂസ്ഫാക്ക നമുക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക, വീഡിയോ കാണുക, അത് കറക്റ്റായിട്ട് വീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ തവ ചിക്കനിലെ ചിക്കൻ ഞാൻ കട്ട് ചെയ്യാൻ പോകട്ടോ. നോക്കോളേ, അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അല്ല അതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് കട്ട് ചെയ്യണത്. ഒന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ അകത്തുള്ള കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എടുത്ത് വരും. നന്നായിട്ട് പരത്താണ്. ഇത് നമ്മൾ മുറിച്ചിട്ടാണ്ട് പരത്തട്ടെ, നല്ല കീറിയിട്ട്. അപ്പം ഈ പരുവത്തിൽ ആ കോഴി ആക്കിയിട്ടുണ്ടാ, ഈ പരുവത്തിൽ. അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ കോഴി ശരിക്കും നമുക്ക് വെന്ത് കിട്ടും. മസാല നന്നായിട്ട് പിടിക്കും ചെയ്യും. അതായത് നമ്മളൊരു പരുവത്തിലാക്കി, അതായത് അത്രയും നമുക്ക് കനം കുറച്ചിട്ടാണ് ഈ കോഴി ഞാനിങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് തവമ്മലിട്ട് ഇടുമ്പോൾ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതാണ് ഇത് മസാല ശരിക്കും പിടിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അത് കട്ട് ചെയ്യുമ്പോൾ. അകം പൊറാട്ടത് ചിക്കൻ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ട് കഴുകണം. ചോരൊക്കെ നല്ല പോയിക്കോട്ടെ. ഒന്നും കൂടെ കഴുകുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കോഴി കഴുകി എടുത്തതാണ്, എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ കഴുകി ഇപ്പം നല്ലോണം വൃത്തിയായിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴി. ഇനി നമ്മളെ മസാലകളാണ് ചേർക്കാൻ പോണേ, നിങ്ങളെ കാണിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് മസാലേൻ്റെ കൂട്ടാട്ടോ. ഈ ഇഞ്ചി ഇഞ്ചി കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വെള്ളുള്ളി ഞാൻ റെഡിയാക്കാൻ പോവാണ്. ഇതൊന്ന് മിക്സിലിട്ട് നന്നായിട്ട് അടിക്കും. നമ്മളെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഇത് വിൽപ്പാനൊക്കെ ഒന്നുമല്ല. നമ്മളൊരു തോന്നി ഒരു മറ്റേ തവ ചിക്കൻ ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ ഞാനൊരു കോഴി മേടിച്ചുകൊണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുകയാണ്, വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇത് കുറേ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തവ ചിക്കൻ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം. എപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ സംഭവം. ഇത് നിങ്ങൾക്ക് തവ തന്നെ വേണമെന്നില്ല, നമുക്ക് വീട്ടിൽ വെച്ച് ചെറിയ പതിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാൻ നെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പച്ചമുളക് പൊട്ടിക്കുക, എന്നിട്ട് മൊത്തത്തിൽ മിക്സിയിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അരക്കണം കേട്ടോ. ഒന്ന് കട്ട് ചെയ്യണ്ട കേട്ടോ. നല്ല തൊലിച്ച ഇഞ്ചാണ്. രസം തൊലിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാം. ഓക്കെ, നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചപ്പും പൊതിന ഇട്ടത്, ഈ ചപ്പും പൊതിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് മിക്സ് ആക്കാണ്, അടിച്ച് പേസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സംഭവം അതൊന്ന് ആദ്യം ഒന്ന്
ഇതൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. കഴുകില്ലെങ്കിൽ മണ്ണുണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കണം. എപ്പോഴും മണ്ണാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്തൊരു പരിപാടി മല്ലിച്ചപ്പിൽ കൂടുതൽ മണ്ണുണ്ടാവും. അപ്പോൾ മണ്ണാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു പണി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ മണ്ണ് കടിച്ചിട്ട് അവസാനം ഒരു പിടി ഉണ്ടാവില്ല എവിടുന്ന മണ്ണ് വന്നത്. അപ്പോൾ മല്ലിച്ചപ്പ് അതേപോലെ ഇഞ്ചി ഇതൊക്കെ നല്ല മണ്ണ് ശരിക്കും കളയണം. നമ്മളെ അൽഫാം തിന്നാൻ വേണ്ടിയിട്ട് തവ ചിക്കൻ തിന്നാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾ നാളിനെ അവിടെ കാത്തിരിക്കുകയാണ്. ഇനി എത്ര കുട്ടികളാണ് വരിക എന്നൊന്നും ഒരു പിടുത്തില്ല കേട്ടോ. പിന്നെ കുട്ടികൾ പറഞ്ഞ എന്താ പറയുക വിറ്റെന്നറിയോ, നിങ്ങൾക്ക് ഒരു ദിവസം ഈ കോഴികളതാ ഈ നല്ല നാടൻ കോഴികളെ എടുത്ത് ഇവിടുന്ന് പറമ്പിൽ നിന്ന് ശരിയാക്കി കൂടെ എന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. നമുക്ക് തല്ല് കിട്ടാനുള്ള വഴിയാണ് അതൊക്കെ പറഞ്ഞു തരുന്നത്. വരച്ച് ആരാൻ്റെ കോഴിയാണ് നമ്മൾ വീട്ടിൽ കണ്ട് എത്തില്ല. അപ്പോൾ അതിന് അയ്യപ്പം വിളക്ക് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ വരും പിന്നിൽ. ഏതാ കുട്ടികൾ അവരെ എനിക്ക് പറഞ്ഞു തരുന്നത്. കോഴിക്കളൊക്കെ പിടിച്ചത് യൂസഫാക്ക കോഴിക്കളെ പിടിച്ചത് നിങ്ങൾക്ക് ഒരു ദിവസം നമുക്ക് തവയിലിട്ടിട്ട് ഫ്രീ ചെയ്തൂടെ എന്ന് പറഞ്ഞു തരാം. എനിക്ക് അത്രയും നല്ല ബുദ്ധിയാണ് അവർക്ക്. അതെന്താ അപ്പം നമ്മളെ തവ ചിക്കന് മസാല തേക്കാനുള്ള പരിപാടിയിലാട്ടോ. തവ ചിക്കൻ മസാല തേക്കാൻ പോണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ചിക്കനാട്ടോ, നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ചിക്കൻ തന്നെയാണിത്, ഒറിജിനൽ ചിക്കനാണ്. ഞാൻ മുറിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മസാല തേക്കാൻ പോകട്ടോ. സ്റ്റാർട്ട്. ചെന്നില്ലേ ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് ഇതൊക്കെ പേസ്റ്റ് ആക്കിയതാണ് ഇപ്പം നമ്മൾ ഇതിൽ ഒഴിക്കാൻ പോകണം കേട്ടോ. ഈ പാത്രത്തിൽ ഇതിൽ നിന്നാണ് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പിടുന്നുണ്ട്, പാകത്തിന് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ആ ഉപ്പ് നിങ്ങളെ പാകത്തിന് എപ്പോഴും ഇടാം, എത്ര വേണമെങ്കിലും ഇടാം. ഏറും ചെയ്യരുത് കുറയും ചെയ്യരുത്. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് മുളക് പൊടി. അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടി മസാല കേട്ടോ. ഗരം മസാല ഇടാൻ പോണ്. പിന്നെ ചിക്കൻ മസാല ഓക്കെ. അപ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇടാൻ പോണത്. ജീര പൗഡർ ചെയ്യാൻ പോണത് ഇതാ ചെറുനാരങ്ങൻ്റെ നീര്. ഒരു 5-8 ചെറുനാരങ്ങ നീരിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് അത്രയും ചേർക്കണം, നല്ലതാണ്. ഇതിപ്പോൾ ഒരു 6 ചെറുനാരങ്ങൻ്റെ നീരാണ് ചേർക്കാൻ പോണത് കേട്ടോ. ഇന്ന് നമ്മൾ അടാറ് സാധനം ഉണ്ടാക്കാൻ പോണത്, അതായത് തവ ചിക്കൻ. ഞാൻ വെന്തതിന് ശേഷം നിങ്ങൾക്ക് ഒക്കെ തരും കേട്ടോ. നിങ്ങൾ 4 ആൾ ഇവിടുന്ന് പോകാൻ പാടില്ല, നിങ്ങളെ തിന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ. ഓക്കെ. അടുത്തതായിട്ട് ഒഴിക്കാൻ പറ്റുന്ന തൈരാണ്. ഒരു ഏകദേശം ഒരു 500 തൈരുണ്ട് കേട്ടോ. 500 ഒരു പാക്കറ്റ് തൈരാണ്. ഇത് മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് തൈരാണ് വേണ്ടത്. തൈരും ചെറുതാണ്, നല്ല പുളിപ്പ് നല്ല ഇതിൽ വേണം. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കുഴക്കാൻ പോവാണ്. തല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ ഞാൻ ആഡ് ചെയ്യണ്ടേ മസാലകൾക്ക്, അത് നല്ലതാണ്. നല്ല മിക്സാക്കിയിട്ട് നല്ല ഉപ്പൊക്കെ നല്ല നോക്കണം കേട്ടോ. ഉപ്പും പുളിയൊക്കെ അതിൽ നിന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. മസാല തേക്കാൻ പോകട്ടോ. മസാല തേക്കണമെന്നില്ല, മസാല ഇട്ട് നല്ല ഉഷാറായിട്ട് മിക്സാക്കിയിട്ട് അടിപൊളിയായിട്ട് മിക്സാക്കണ്ടേ. അതിന് ശേഷം നമ്മൾ 1/2 മണിക്കൂർ ഇതവിടെ എടുത്ത് വെക്കണം. മസാല തേച്ചിട്ട് 1/2 മണിക്കൂർ ശരിക്കാണ് മസാല പിടിക്കട്ടെ. എന്നിട്ടാണ് നമ്മളെ തവമേൽ കൂടെ ഇടല്. അപ്പോൾ ഉള്ളും പുറവും ശരിക്കും നല്ല മസാല നന്നായിട്ടുണ്ട്. നമ്മളെ ചിക്കന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തേവമേൽക്ക് ഇടാൻ പോവാണ്. അപ്സര ഒന്നിട്ടാ എൻ്റെ വകയിട്ട് പോവാണ്. നന്നായിട്ട് വെച്ചോ. തവ ഉണ്ടാക്കാനുള്ള ഓയിൽ നന്നായിട്ട് കേട്ടോ. ഇതേ ഓയിൽ കണ്ട് ഞാൻ കുടിച്ചറിയിട്ടോ. അപ്സര കേട്ടോ കുടിക്കാം. ആട്ടിട്ടു ഈ വാ. മാറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ പരത്തിട്ടാ നന്നായിട്ട് പരത്തിട്ടുണ്ട്. പരത്തില ശരിക്കുണ്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ.
സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇടക്കൊക്കെ കുറേശ്ശെ എണ്ണ കുറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓക്കെ. എടാ നിങ്ങൾക്ക് ഇപ്പൊ റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ചെയ്യണത്. റെഡിയാവും, ആക്രാന്തം കാട്ടണ്ട. നിങ്ങൾക്കുള്ളത് തന്നെയാണ്, പുറത്തേക്കുള്ളതൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ തരും, നിങ്ങൾ തന്നെ തിന്നണം കേട്ടോ. ഓക്കെ. ഇതിന്റെ കെടുപ്പ് കണ്ടില്ല ഇതിനെ ഓക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാല് നിങ്ങൾ ഇങ്ങനത്തെ തവയില് മാത്രം ഉണ്ടാക്കണമെന്നില്ല, ഇതേപോലെ പറഞ്ഞ ചട്ടിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. തവ ചിക്കൻ ഏത് രീതിയിലും ഉണ്ടാക്കാം. ഇത് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ ഇത്ര വലിയ ഒരു കോഴി മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടതാക്കണം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. തവാ ചിക്കന് അങ്ങനത്തെ പൊരിക്കുമ്പോൾ ക്ലിയർ ആക്കിയിട്ട് ശരിക്കും ബന്ധം കിട്ടും, പെട്ടെന്നാവും ചെയ്യും കേട്ടോ. അതേപോലെ തവ എന്നെ തിരഞ്ഞെടുക്കണ്ട, വീട്ടിലൊന്നും തവ ഉണ്ടാവില്ല. ഇതൊക്കെ ഹോട്ടലിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഹോട്ടലിൽ ഇപ്പോൾ അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ ഇത് നമ്മളെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ. നമ്മളെ തവാ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്, കുഴിച്ചിട്ടുണ്ട്. പീസൊക്കെ നമുക്ക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ, നല്ല വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കിത് ഇത് ശരിക്കും പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റാം കേട്ടോ. തവാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് കൊടുക്കും, എന്നിട്ട് കുട്ടികളുടെ അഭിപ്രായം പറയും. നമ്മളടുത്ത കുട്ടികളാണ്, അപ്പോൾ അവർ അഭിപ്രായം അവർ തിന്നിട്ട് പറയും നിങ്ങളോട് എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞുതരും കേട്ടോ. രുചി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അവരുള്ള കാര്യം പറയാൻ പറഞ്ഞിരിക്കണം ഞാൻ അവരോട്. ആടാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവർക്കും തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രുചി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തരാൻ പോവാണ്. ആയി കഴിക്ക്. അഫ്സല കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഫ്സല നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ട് ഇതാ. നമ്മളെ കുട്ടികൾ ചിക്കന്, നമ്മളെ തവാ ചിക്കൻ്റെ. എന്നിട്ട് അവർ തിന്നിട്ട് നമ്മളോട് അഭിപ്രായം പറയും. അപ്പോൾ നമ്മളോട് അഭിപ്രായം പറയും അവർ. അപ്പോൾ ആ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാം. എങ്ങനെയുണ്ട് സാറല്ല? അടിപൊളിയില്ല? എങ്ങനെയുണ്ട് സാധനങ്ങളുണ്ട്? സീന് സാധനം. അപ്പൊ പുതിയ അയച്ചാണ് സീന്. അത് പൊളിച്ച് അല്ല എങ്ങനെയുണ്ട്? ഞാൻ തിന്നോളൂ, തിന്ന് ഉഷാറായി. ചൂടുണ്ടാവും ഞാൻ ഇപ്പൊ പൊളിച്ചല്ല കേട്ടോ. ഉഷാറാക്കിട്ടാ തിന്നു നോക്കിട്ടാ. അപ്പൊ നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലേക്ക് അടിച്ച് പൊട്ടിച്ചാടി. അതാണ് ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കാൻ അതാണ്